Students, today we are going to discuss about the different levels of organization. First, there is a doubt. Cells combine to form tissues. What if tissues combine? കുട്ടിയുടെ ഒരു ഡൗട്ടാണിത്. റൈറ്റ് യുവർ റെസ്പോൺസ് ടു ദിസ്. ഡു ടിഷ്യൂസ് വർക്ക് ടുഗദർ ജസ്റ്റ് ആസ് ദ സെൽസ് ഡു? Based on indicators, analyze the illustrations given below. Write your inferences in the science diary. കുട്ടി ചോദിക്കുന്നത് സെൽസ് കമ്പൈൻ ടു ഫോം ടിഷ്യൂസ്. വാട്ട് ഇഫ് ടിഷ്യൂസ് ടിഷ്യൂസ് കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാവും? അപ്പോൾ അത് നമുക്കൊരു ഇൻഡിക്കേറ്റർ വഴി മനസ്സിലാക്കാം. നോക്കുക, ടിഷ്യൂസ് അല്ലേ, ഏതൊക്കെ ടിഷ്യൂസ് ഉണ്ട്? നെർവസ് ടിഷ്യൂസ്, epithelial tissues, connective tissues and muscular tissue. Then different types of these tissues are joined together to form organ. Which type of organ is formed here? ഏത് ടൈപ്പ് ഓർഗൻ ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? സ്റ്റമക്ക് അല്ലേ. ദെൻ വേറൊരു ഓർഗൻ കൊടുത്തിട്ടുണ്ട്, ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ സ്റ്റൊമക്കിലും ഈ 4 ടൈപ്പ് ടിഷ്യൂ ഉണ്ട്, അതുപോലെ തന്നെ ഇൻറ്റസ്റ്റൈനിലും ഈ 4 ടൈപ്പ് ടിഷ്യൂ ഉണ്ട്. These organs together join to form organ system. അപ്പോൾ ഇവിടെ ഏത് സിസ്റ്റം ഉണ്ടായിട്ടുള്ളത്? ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ പാർട്ടുകളാണ് ഏത്? ഓർഗൻസാണ് സ്റ്റമക്ക്, ഇൻറ്റസ്റ്റൈൻ. വേറെയും പാർട്സ് ഉണ്ട്, മൗത്ത്, ഈസോഫാഗസ്, അങ്ങനെ കുറേ പാർട്സുകളുണ്ട്. പക്ഷെ നമുക്കിവിടെ പഠിക്കാനുള്ളത് ഈ 2 പാർട്ട് മാത്രം. ഓക്കെ, അപ്പോൾ tissues join together to form organs, different organs join together to form organ system. ഇവിടുത്തെ ഓർഗൻ സിസ്റ്റത്തിൻ്റെ പേരാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ ടീച്ചർ ഇവിടെ വേറൊരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലെ നോട്ട്സ് വെച്ച് ടീച്ചർ പറഞ്ഞുതരാം. നമുക്ക് ഒന്നാമത്തെ അതിലെ ക്വസ്റ്റ്യൻ ഇതാണ്. What are the functions performed by each tissue in the illustration? ഇല്ലസ്ട്രേഷനിൽ ഓരോ ടിഷ്യൂ പെർഫോം ചെയ്യുന്ന ഫങ്ഷൻ എന്താണ്? അപ്പോൾ ടിഷ്യൂസ് ഏതൊക്കെയാണ്? നെർവസ് ടിഷ്യൂ, എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ അല്ലേ. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസ് നമ്മൾക്കറിയാം, ടെക്സ്റ്റ് ബുക്കിൽ ഈ ഭാഗത്തുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് മസ്കുലാർ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, ആ ഫങ്ഷൻ എഴുതിയേക്കാം. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? What are the important tissues that the stomach and the intestine are made up of? ഇൻറ്റസ്റ്റൈനും സ്റ്റൊമക്കും മെയ്ഡ് ചെയ്തേക്കുന്ന ടിഷ്യൂസ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ ഏതൊക്കെയാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, നെർവസ് ടിഷ്യൂ അല്ലേ. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സ്റ്റൊമക്ക്? സ്റ്റൊമക്കിൻ്റെ ഫങ്ഷൻ എന്താണ്? ഫുഡ് ഈസ് പൾവറൈസ്ഡ് ആൻഡ് മെയ്ഡ് ഇൻ ടു പേസ്റ്റ്, ഹെൽപ്സ് ഡൈജഷൻ. ഫുഡിനെ പേസ്റ്റാക്കി മാറ്റുന്നു, ഡൈജഷന് സഹായിക്കുന്നു. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഇൻറ്റസ്റ്റൈൻ? ഇൻറ്റസ്റ്റൈൻ്റെ ഫങ്ഷൻ എന്താണ്? ഹെൽപ്സ് ഡൈജഷൻ, ഹെൽപ്സ് ദ അബ്സോർപ്ഷൻ ഓഫ് ഡൈജസ്റ്റഡ് ന്യൂട്രിയൻസ്. ഡൈജസ്റ്റ് ചെയ്യാനും സഹായിക്കുന്നു, ഒപ്പം അബ്സോർപ്ഷൻ ആഗീരണത്തിനും സഹായിക്കുന്നു. ഇനി, ഈസ് ദ ഫങ്ഷൻ പെർഫോംഡ് ബൈ എൻ ഓർഗൻ ദ സെയിം ആസ് ദ ഫങ്ഷൻ ഓഫ് ഇറ്റ്സ് കൺസ്റ്റിറ്റ്യൂവൻറ്റ് ടിഷ്യൂ? അതായത് ഓർഗൻ്റെ ഫങ്ഷൻ തന്നെയാണോ ടിഷ്യൂസും ചെയ്യുന്നതെന്ന്? ടിഷ്യൂവിൻ്റെ ഫങ്ഷൻ തന്നെയാണോ ഓർഗനുള്ളത്? മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണോ? അത് നമുക്ക് നോക്കാം. ഈച്ച് ടിഷ്യൂ ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ ഫങ്ഷൻ ആൻഡ് ഇറ്റ് ക്യാരിഡ് ഔട്ട് ദ ഫങ്ഷൻ. ബട്ട് വെൻ ഓർഗൻസ് ആർ ഫോംഡ് ബൈ ദ ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂ, ഓർഗൻസ് ഹാവ് ടു അണ്ടർടേക്ക് ദെയർ സ്പെസിഫിക് ഫങ്ഷൻ. ദ ഫങ്ഷൻ ഓഫ് സ്റ്റൊമക്ക് ഈസ് ഡൈജഷൻ, ബട്ട് ദ സ്റ്റൊമക്ക് ഈസ് ലൈൻഡ് ബൈ എപ്പിത്തീലിയൽ ടിഷ്യൂ. Stomach is mainly made up of muscular tissue. The stomach wall has blood vessels and which carry nutritious blood. Nervous tissue are also present in the stomach. They receive stimuli regarding the changes taking place in the stomach and send proper impulses. അതായത് ടിഷ്യൂസിൻ്റെ ഫങ്ഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഡിഫറെൻ്റ് ആണ്. പക്ഷേ ടിഷ്യൂസിൻ്റെ ഫങ്ഷൻ ഡൈജഷനല്ലല്ല. ടിഷ്യൂസ് എല്ലാ ടിഷ്യൂവും കൂടി ചെയ്തതിന് ശേഷം ഓർഗൻ ചെയ്യുന്നത് ഒരു ഡിഫറെൻറ്റ് ഫങ്ഷനാണ്, ഡൈജഷൻ.
അപ്പോൾ സ്റ്റൊമക്ക് ചെയ്യണത് തന്നെയാണ്, അതിൻ്റെ ടിഷ്യൂ ചെയ്യണത് തന്നെയാണ്, ഓർഗൻ ചെയ്യണതല്ല. ടിഷ്യൂ അതിൻ്റെ ഓരോരോ ഫങ്ഷൻ ചെയ്യുന്നു, പക്ഷെ ഓർഗൻ ഡൈജഷൻ എന്നുള്ള ഫങ്ഷൻ ചെയ്യുന്നു. അത് ഈ ഓർഗൻ മാത്രം കേട്ടോ, വേറെ പല ഓർഗൻസും വേറെ ഫങ്ഷനാണ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റാണ് ഓർഗൻ്റെ ഫങ്ഷൻ ചോദിച്ചിട്ടുണ്ട്. ഓർഗൻ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്താണ്, അതെല്ലാം കൂടി ജോയിൻ ചെയ്തിട്ട് ഓൾ ഓർഗൻസ് ആർ ജോയിൻ ടുഗെദർ ടു ഫോം ഓർഗൻ സിസ്റ്റം ആൻഡ് ഡു എ പെർട്ടിക്കുലർ ഫങ്ഷൻ എന്ന് നിങ്ങൾ ഷോർട്ടാക്കി എഴുതാം. ഓക്കെ, അപ്പം അത്രയും ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഓർഗൻസും ഓർഗൻ സിസ്റ്റവും എഴുതാനായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഓർഗൻ ഇവിടെ തന്നിട്ടുണ്ട്, ഓർഗൻ സിസ്റ്റം നമ്മൾ എഴുതണം. അപ്പോൾ ഹാർട്ടും ബ്ലഡ് വെസലും ചേർന്നിട്ടുള്ള ഓർഗൻ സിസ്റ്റം ഏതാണെന്ന് എഴുതണം. അതിൻ്റെ പേരാണ് സർക്കുലേറ്ററി സിസ്റ്റം. ഇവിടെ സ്പെല്ലിംഗ് തെറ്റാണ് കേട്ടോ, ഇതൊരു വേറെ പഴയ പുസ്തകത്തിൽ ഒരു കുട്ടി ചെയ്ത് വെച്ചേക്കണം സർക്കുലേറ്ററി സിസ്റ്റം. സ്പെല്ലിംഗ് CIR ആണ് കേട്ടോ, സർക്കുലേറ്ററി സിസ്റ്റം. നോസ്, ട്രക്കിയ, ലങ്സ്, മൂക്ക്, ലങ്സ്, ശ്വാസകോശം, ശ്വാസനാളം, അതൊക്കെ ഉള്ള ഇതിനെ ഓർഗൻ സിസ്റ്റത്തിനെ പറയുന്നതാണ് റെസ്പിറേറ്ററി സിസ്റ്റം. റെസ്പിറേറ്ററി എന്നൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്, തെറ്റാണ്. റെസ്പിറേറ്ററി PI ആണ് റെസ്പിറേറ്ററി സിസ്റ്റം. കിഡ്നി, യുറേറ്റർ, യൂറിനറി ബ്ലാഡർ. കിഡ്നി, യുറേറ്റർ, യൂറിനറി ബ്ലാഡർ ഒക്കെ കൂടിയിട്ടുള്ള സിസ്റ്റമാണ് എക്സ്ക്രീറ്ററി സിസ്റ്റം. ഇതിൽ തെറ്റാണ് കേട്ടോ, എക്സ്ട്രീറ്ററി അല്ല, എക്സ്ക്രീറ്ററി ESCRE കേട്ടോ, എക്സ്ക്രീറ്ററി സിസ്റ്റം. ബ്രെയിനും നെർവും ഒക്കെ കൂടിയിട്ടുള്ള സിസ്റ്റമാണ് നെർവസ് സിസ്റ്റം. അപ്പോൾ അത് നമ്മൾക്ക് എഴുതാനുണ്ട്. ഇനി അതുപോലെ അത് ടീച്ചർ ശരിയായിട്ടുള്ളത് ഇതാ ഇതിൽ സ്പെല്ലിംഗ് ഉണ്ട് കേട്ടോ. ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം. കണ്ടോ, ഇതെടുത്തിട്ട് കൃത്യമായിട്ട് എഴുതാം കേട്ടോ. ഇനി ഓരോന്ന് ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റാണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗമാണ്. നമുക്കറിയാം ഇതിൽ പറഞ്ഞിട്ടുള്ളത് ആറ്റംസ് ചേർന്നിട്ട് യുണൈറ്റഡ് ടുഗെദർ ടു ഫോം മോളിക്യൂൾസ്, മോളിക്യൂൾസ് യുണൈറ്റ് ടുഗെദർ ടു ഫോം സെൽ ഓർഗനൽസ്, സെൽ ഓർഗനൽസ് യുണൈറ്റ് ടുഗെദർ ടു ഫോം സെൽ, സെൽ യുണൈറ്റ് ടുഗെദർ ടു ഫോം ടിഷ്യൂ, different type of tissue unite together to form organ, organs unite together to form organ system, organ system unite together to form organism, organism unite together to form population, different population unite together to form community. അതായത് ആറ്റം ചേർന്ന് മോളിക്യൂൾ ഉണ്ടാകുന്നു, മോളിക്യൂൾസ് ചേർന്ന് സെൽ ഓർഗനൽ ഉണ്ടാകുന്നു, വിവിധ തരത്തിലുള്ള സെൽ ഓർഗനൽ ചേർന്ന് സെല്ലുണ്ടാകുന്നു, വിവിധ സെല്ലുകൾ ചേർന്ന് ടിഷ്യൂ ഉണ്ടാകുന്നു, വിവിധ ടിഷ്യൂ ചേർന്ന് ഓർഗൻ ഉണ്ടാകുന്നു, ഗ്രൂപ്പ് ഓഫ് ഓർഗൻ ചേർന്ന് ഓർഗൻ സിസ്റ്റം, ഓർഗൻ സിസ്റ്റം ചേർന്ന് ഓർഗാനിസം, വിവിധ ഓർഗാനിസം ചേർന്ന് പോപ്പുലേഷൻ, ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻ ചേർന്ന് കമ്മ്യൂണിറ്റി. ഓക്കെ, അതാണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷനിൽ നമ്മൾ എഴുതേണ്ടത്. ഈ പാഠത്തിൻ്റെ ലാസ്റ്റ് ഭാഗമാണ്. ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഇതിൽ കുറേ സെൽസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഫങ്ഷൻ എഴുതാൻ പറഞ്ഞേക്കണേ. സപ്പോർട്ടും പ്രൊട്ടക്ഷനൊക്കെ ചെയ്യുന്ന സെൽ ഏതാണെന്ന് ഇവിടെ എഴുതണം. മസ്കുലാർ ടിഷ്യൂ ആൻഡ് സ്കെലിറ്റൽ ടിഷ്യൂ. കവേഴ്സ് ദ ബോഡി പാർട്ട്, ബോഡി പാർട്ടിനെ കവർ ചെയ്യുന്നത് നമുക്ക് പറയാം കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് നോട്ട് കണക്റ്റീവ് ടിഷ്യൂ, ദറ്റ് ഈസ് എപ്പിത്തീലിയൽ ടിഷ്യൂ അല്ലേ. ഓക്കെ, എപ്പിത്തീലിയൽ ടിഷ്യൂ കേട്ടോ. കവേഴ്സ് ദ ബോഡി പാർട്ട്, ബോഡി പാർട്ടിനെ കവർ ചെയ്യുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്, പക്ഷേ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ട്രാൻസ്പോർട്ട് സബ്സ്റ്റൻസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കണക്റ്റീവ് ടിഷ്യൂ കേട്ടോ. ഹെൽപ്സ് ടു റെസ്പോണ്ട് ബൈ റെക്കഗ്നൈസിങ് ചേഞ്ചസിനെ മനസ്സിലാക്കി റെസ്പോണ്ട് ചെയ്യുന്ന ടിഷ്യൂ നെർവസ് ടിഷ്യൂ കേട്ടോ. ഇതിൽ രണ്ടാമത്തെ ആൻസർ D ആണ് കേട്ടോ. തേർഡിൻ്റെ ആൻസർ അതും കോർണേഴ്സ് ഓഫ് ദ വിച്ച് ഇൻഡിക്കേറ്റ് കോളം കൈമ, കോളം കൈമനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കോർണേഴ്സ് ഓഫ് ദ സെൽസ് ആർത്തേക്ക്, ഇതും D തന്നെയാണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് എടുക്കാം.